ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സോയാബീൻ വെച്ച് നല്ലൊരു ദോശ ചുടാം. അതിനു വേണ്ടി ഞാൻ ഒരു പാത്രത്തിലോട്ടിട്ട് വെള്ളം ഒഴിച്ച് ഇടാം. ഒരു 2 മണിക്കൂറെങ്കിലും ഇത് കിടക്കണം, കുതിര. നിറച്ച് വെള്ളം ഒഴിച്ചിടാം. ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് ഈ സോയാബീൻ ഒന്ന് കുതിർന്ന് കിട്ടണം. നമ്മുടെ വെള്ളത്തിലിട്ട സോയാബീൻ എല്ലാം കുതിർന്നിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്കിത് നല്ലോണം പിഴിഞ്ഞെടുക്കാം. വെള്ളം വേണ്ട, വെള്ളമില്ലാതെ പിഴിഞ്ഞെടുക്കാം ഓരോന്നും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എല്ലാവർക്കും പുതിയ പുതിയ റെസിപ്പീസാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഫുള്ള് വെള്ളം പിഴിഞ്ഞെടുക്കുക. വെള്ളം വേണ്ട, ഒരു ശകലം പോലും വെള്ളം പാടില്ല. കുറച്ച് പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. തീരാറായി, കുറച്ചും കൂടെ ഉള്ളു. ഇനി ഇത് മൊത്തം ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് കളയണം. വെള്ളത്തിൻ്റെ അംശം പാടില്ല. വെള്ളമെല്ലാം ബാക്കി വന്ന് ഇതിങ്ങനെ ഇരിക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ വലിയ ജാറാണ് എടുത്തേക്കുന്നത്, അന്നേരം എല്ലാം കൂടി ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ സോയാബീൻ എല്ലാം അരച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് തട്ടാം. മൈദപ്പൊടി 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് തട്ടി അതിനകത്ത് പാത്രത്തിലോട്ട് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂണ്. ഇനി നമുക്ക് ഗരം മസാല, അതും 1 സ്പൂണ്. ഇനി നമ്മൾ കറിവേപ്പില, ഇനി 1 സ്പൂൺ വെച്ച് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചെയ്യുന്ന സോയാബീൻ ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് വെള്ളം എത്ര നമ്മൾ ചേർക്കണമെന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി നമുക്ക് കൈ വെച്ച് ഇളക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം, ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം പരുവത്തിനേ ചേർക്കാവൂ. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇനി നമുക്കൊന്ന് കുഴയ്ക്കാം. നമ്മൾ കുഴച്ച് വെച്ച് ഇനി ഇതിൽ നിന്ന്
കുറച്ച് ഉരുളകളാക്കി നമുക്ക് ഒരു പാത്രത്തിലോട്ട് വെച്ച് പരത്തിയെടുക്കാം. ഇങ്ങനെ ഉരുളകളാക്കണം. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഓയിലെല്ലാം ഇങ്ങനെ എണ്ണയെല്ലാം ഒഴിച്ച് ഇങ്ങനെ തേച്ച് വെച്ച് ഇങ്ങനല്ല ഒരു പാത്രത്തിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രമോ എന്തെങ്കിലും എന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തി പലകയ്ക്കകത്ത് വെച്ചോ ചെയ്യാം. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ നമ്മൾ ചെയ്യാൻ പോകണം. നമ്മുടെ ബോൾ എടുത്തിട്ട് കൈ വെച്ച് ഇങ്ങനെ പരത്തി വെക്കണം. ഇതേപോലെ കൈവച്ച് പരത്തിയെടുക്കണം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ദോശ തവ അടുപ്പത്ത് വെച്ച് നമുക്കിതിന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. തീ കുറച്ചിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ. നമുക്ക് ബാക്കിയും കൂടി ഇങ്ങനെ പരത്തി ചുട്ടെടുക്കാം. ഈ പാത്രത്തിലോട്ടിടാം. ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിലും കൂടി ഇങ്ങനെ തേച്ച് കൊടുക്കാം. നമുക്ക് തിരിച്ചിടാം. എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ഇങ്ങനെ തേച്ചാൽ മതി. നല്ല മയം കിട്ടും. ഇങ്ങനെ കൈ വെച്ച് പാത്രത്തിൽ വെച്ച് പരത്തിയാണ് നമ്മൾ ഓരോന്നും അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. ഷേപ്പ് വ്യത്യാസം വരും. ഇങ്ങനെ പരത്തി ഇട്ട് കൊടുത്താൽ മതി. പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കഴിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കണം. ഇച്ചിരി എണ്ണയും കൂടെ തേച്ച് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ചുട്ടെടുക്കാം. പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ സോയാബീൻ എല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഇലയിലോട്ടൊക്കെ ആക്കി വെക്കാം. നമ്മുടെ സോയാബീൻ വെച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. കഴിച്ചു നോക്കണം. എന്താ ടേസ്റ്റ് എന്നറിയാമോ? ഭയങ്കര നല്ല ഗുണങ്ങളുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കാം. നല്ല ടേസ്റ്റാണ്. നല്ല ആണ്. നമുക്ക് ഗോതമ്പൊടി വെച്ചും തയ്യാറാക്കാം, നമുക്ക് അരിപ്പൊടി വെച്ചും തയ്യാറാക്കാം. ഞാനിവിടെ മൈദാപ്പൊടി വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്, നല്ല ഇതാണ്. സോയാബീൻ വെച്ചുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഈവനിങ്ങിനായും കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും നല്ലതാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. സോയാബീൻ പിന്നെ ഫ്രൈ ചെയ്ത് കറി വെച്ച് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിച്ചാൽ നല്ല ഗുണങ്ങളാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും വലിയ പാടൊന്നുമില്ല ഇത് തയ്യാറാക്കാൻ.
നമുക്ക് കറി വേണമെങ്കിൽ കറിയുടെ കൂടെയും കഴിക്കാം, കറി ഇല്ലാതെയും കഴിക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ട്രൈ ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക. നല്ലൊരു റെസിപ്പിയാണ്. നല്ല ഒരു ടേസ്റ്റാണ്. കഴിച്ചാൽ നമുക്ക് പിന്നെയും പിന്നെയും കഴിക്കണമെന്ന് തോന്നുന്നു. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതേപോലെ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഓരോ ദിവസം ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ കണ്ട് സപ്പോർട്ടും പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. കാണുമെന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാൻ ലൈക്കും ഷെയറും എല്ലാം ചെയ്യാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, ബൈ.